തിരുവനന്തപുരം വെള്ളറടയിൽ ലഹരി സംഘത്തിന്റെ ഗുണ്ട ആക്രമണമുണ്ടായി. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരി സരിതയെ നടു റോഡിൽ വെച്ച് മർദ്ദിച്ചു. രക്ഷിക്കാനെത്തിയ ഭർത്താവിനും ജീവനക്കാർക്കും മർദ്ദനമേറ്റു. വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഈ ആക്രമണത്തിന് പിന്നിൽ എന്താണ് കാരണം? എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ അത്തരത്തിൽ എന്തെങ്കിലും ആണോ? മോത്തി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുൻപാണ് കരമനയിലെ അഖിൽ എന്ന യുവാവിനെ വെട്ടിയും അതുപോലെ തന്നെ ഹോളോ ബ്രിക്സ് വെച്ച് തലക്കിടിച്ചും ഒക്കെ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ തിരുവനന്തപുരം നഗരം ഏറെക്കുറെ ലഹരി മാഫിയകളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം. കാരണം വീണ്ടും വീണ്ടും വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന വാർത്ത നിലവിൽ വെള്ളറടയിൽ നിന്നാണ്. വെള്ളറട കണയന്നൂരിൽ നിന്നാണ്. കണയന്നൂരിൽ ഒരു സംഘം ആളുകൾ, 4 പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ തന്നെ 9 മണി തൊട്ട് രാത്രി 9 മണി തൊട്ട് 11 മണി വരെ ആ റോഡിലൂടെ പോയിട്ടുള്ള ആളുകളെയൊക്കെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു പാസർക്ക് കുത്തേറ്റു. ഒപ്പം തന്നെ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയുള്ള സരിത, അവരെ രക്ഷിക്കാനെത്തിയ ഭർത്താവ് അടക്കമുള്ളവരെ ഇത്തരത്തിൽ പ്രതികൾ കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇവരൊക്കെ തന്നെ ലഹരി സംഘത്തിൻ്റെ ഡീലർമാരാണ് തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. അവർക്ക് പണമില്ലാത്തത് കൊണ്ട് തന്നെ ഈ നിലവിൽ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആക്രമിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് നിലവിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിനെതിരെയും ആക്ഷേപം നാട്ടുകാരടക്കം ഉന്നയിക്കുന്നുണ്ട്. കാരണം കൃത്യസമയത്ത് ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 9 മണിക്ക് തുടങ്ങിയ അക്രമം 11 മണി വരെ നീണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും പ്രതികളിലേക്കുള്ള വലകൾ പോലീസ് വിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുവരെ അറസ്റ്റുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പാസ് അടക്കമുള്ളവർ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒപ്പം 9 മണിയോടുകൂടി ഇവരുടെയൊക്കെ തന്നെ അറസ്റ്റുകൾ രേഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് നിലവിൽ നെയ്യാറ്റിൻകര പോലീസ് പറയുന്നത്. മോത്തി.